എൻ്റെ കുഞ്ഞ് കിണറ്റിപ്പോയി. വീടിൻ്റെ മുറ്റത്തുള്ള ഒരു കിണറിൻ്റെ വക്കില് എൻ്റെ ഒരു അടുത്ത ബന്ധുവായ മോനെ അവളെ എടുത്തുകൊണ്ട് അവിടെ കൊണ്ട് വെച്ച് അവനെന്തോ കൈയൊന്ന് വിട്ടപ്പോൾ കുഞ്ഞ് കിണറ്റിപ്പോയി. ഒത്തിരി ആഴമുള്ള കിണറല്ല. അവൻ അവിടെ നിന്ന് നിലവിളിച്ചപ്പോൾ എൻ്റെ അമ്മ 65 വയസ്സുണ്ട് അന്ന് ഓടി വന്ന് ചാടി. വിശ്വമാനവികതയെ മനുഷ്യത്വത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ സന്ദേശത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ അതുല്യ ഗ്രന്ഥം വിശുദ്ധ ബൈബിൾ. ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ബാംഗ്ലൂർ അവതരിപ്പിക്കുന്ന ബൈബിൾ ബ്രെയിൻസിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മൻ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. പ്രേക്ഷകർക്കും ബൈബിൾ ബ്രെയിൻസിന്റെ ഭാഗമാകാൻ ഇതാ ഒരവസരം. ഇന്ന് രാത്രി 8 മണിക്ക് സംപ്രേഷണം ചെയ്യുന്ന ബൈബിൾ ബ്രെയിൻസ് എപ്പിസോഡിന്റെ 3 സമയങ്ങളിലായി 3 സൂചനകൾ. ആദ്യം ശരിയുത്തരം അയക്കുന്ന വ്യക്തിക്ക് 1000 രൂപ വിലമതിക്കുന്ന സമ്മാനം. ചോദ്യങ്ങൾക്കായി കാത്തിരിക്കൂ, ഉത്തരങ്ങൾ അയക്കൂ, സമ്മാനങ്ങൾ നേടൂ. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്കതുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473737226 9400520909. ഗുഡ് ന്യൂസ് പെന്തക്കോസ്തിൻ്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്തിൻ്റെ ചരിത്രം വിരൽ തുമ്പിൽ. ഗുഡ് ന്യൂസ്. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. കഴിഞ്ഞ ആഴ്ചയിലെ പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ ശരിയുത്തരം സമാഗമന കൂടാരം. ആദ്യം ശരിയുത്തരം അയച്ച റോഷി തോമസിന് അഭിനന്ദനങ്ങൾ. ബൈബിൾ ചരിത്രത്തിൽ മനുഷ്യനെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള ഗ്രന്ഥമാണ്. 2000 വർഷം പഴക്കമുള്ള ഒരു ഗ്രന്ഥങ്ങളും ഇത്രത്തോളം മനുഷ്യനെ സ്വാധീനിച്ചിട്ടില്ല. എന്നാൽ വിശുദ്ധ ബൈബിൾ കഴിഞ്ഞ 2000 വർഷങ്ങളായി അന്നതുപോലെ തന്നെ ഇന്നും മനുഷ്യനെ സ്വാധീനിക്കുകയും പരിവർത്തനം വരുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബൈബിളിനെ കുറിച്ചാണ് നമ്മൾ ചോദിക്കുന്നത്, ബൈബിളിനെ കുറിച്ചാണ് ഉത്തരം നൽകുന്നത്. ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മെ കൊണ്ടെത്തിക്കുന്നത് ആ പുത്തൻ ആശാകേന്ദ്രത്തിലേക്കാണ്, പുത്തൻ പ്രതീക്ഷയിലേക്കാണ്. വളരെ സ്നേഹത്തോടെ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്ന ബൈബിൾ ബ്രെയിൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. ഇന്ന് നമ്മളോടൊപ്പം ഈ പുതിയ എപ്പിസോഡിൽ മത്സരാർത്ഥിയായി എത്തിയിരിക്കുന്നത് കോട്ടയം പാമ്പാടിയിൽ നിന്ന് ബിജി മാത്യു സാറാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി വേൾഡ് വിഷനോട് ചേർന്ന് കർത്താവിൻ്റെ വേലയിൽ അദ്ദേഹം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ സന്തോഷം പ്രിയ സാറിനെ ഞങ്ങൾക്കിന്ന് അതിഥിയായി ലഭിച്ചതിൽ. ബൈബിൾ ബ്രെയിൻസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. താങ്ക് യു. വേൾഡ് വിഷനിൽ ദീർഘകാലം കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ
വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുടെ ഇടയിൽ പ്രവർത്തിച്ചു എന്ന് കേൾക്കുന്നതിൽ സന്തോഷമുണ്ട്. അത് ചെറിയൊരു കാലയളവല്ല, ഏകദേശം എൻ്റെ പ്രായത്തോളമൊക്കെ തന്നെ ഒരു ദീർഘകാലം വേൾഡ് വിഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്താണ് വേൾഡ് വിഷൻ തന്നൊരു ദിശാബോധം, ഒരു അനുഭവം എന്താണ്? സന്തോഷമുണ്ട് പറയാനായിട്ട്. വേൾഡ് വിഷൻ ലോകത്താകമാനം ഏതാണ്ട് 100-150ഓളം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന, ദരിദ്രരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, അതുപോലെ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ദുരിതാശ്വാസ പ്രവർത്തന മേഖലകളിൽ ആശ്വാസവുമായി എത്തിക്കുന്ന ഒരു മഹൽ പ്രസ്ഥാനമാണ്, ഒരു ക്രിസ്തീയ പ്രസ്ഥാനമാണ് വേൾഡ് വിഷൻ. ഡോക്ടർ ബോബ് പിയേഴ്സ് എന്ന പേരുള്ള ഒരു വിഷണറിയാണ് വേൾഡ് വിഷന് രൂപം നൽകിയത്. 1950കളിലാണ് വേൾഡ് വിഷൻ്റെ തുടക്കമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൊറിയൻ യുദ്ധകാലത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നടന്ന ബോബ് പിയേഴ്സിൻ്റെ അടുത്തേക്ക് ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ കുഞ്ഞിനെ രക്ഷിക്കാമോ എന്ന് ചോദിച്ച് അദ്ദേഹത്തെ ഏൽപ്പിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. പകച്ചു നിന്നുപോയ ബോബ് പിയേഴ്സ് ആ കുഞ്ഞുമായിട്ട് ഏറ്റവും അടുത്തുള്ള ഒരു അനാഥാലയത്തിൽ കൊണ്ടുപോയി ഈ കുഞ്ഞിനെ കൂടെ നിങ്ങൾ സംരക്ഷിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ആ അനാഥാലയത്തിൻ്റെ മേട്രൻ കൈമലർത്തി, സോറി, ഇനിയൊരു കുഞ്ഞിനെ കൂടെ നോക്കാനായിട്ട് ഞങ്ങൾക്ക് ഒന്നുമില്ല ഇവിടെ, ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് പട്ടിണിയാണ് എന്നുള്ള മറുപടിയാണ് കേട്ടത്. ബോബ് പിയേഴ്സ് തൻ്റെ പോക്കറ്റിലാകെ നോക്കിയപ്പോൾ $5 അമേരിക്കൻ ഒരു കറൻസി അദ്ദേഹത്തിൻ്റെ കിട്ടി. അദ്ദേഹം ആ പണം അവിടെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വൈറ്റ് ജേഡ് എന്ന് പേരുള്ള ഈ കുഞ്ഞിനെ നോക്കി തുടങ്ങൂ, ഇവളെ സംരക്ഷിക്കാനുള്ള പണം ഞാൻ സമയാസമയങ്ങളിൽ നിങ്ങൾക്ക് എത്തിച്ചു തരാമെന്ന് പറഞ്ഞതനുസരിച്ച് അവർ ആ കുട്ടിയെ ഏറ്റുവാങ്ങി. അവിടെ വേൾഡ് വിഷൻ ആരംഭിക്കുകയായി. അതൊരു വലിയ പ്രസ്ഥാനമായിട്ട് വളർന്നു. ബോബ് പിയേഴ്സ് തൻ്റെ ജന്മനാടായ അമേരിക്കയിലേക്ക് പോയി വൈറ്റ് ജേഡിൻ്റെ കരളലിപ്പിക്കുന്ന കഥ പറഞ്ഞു. വൈറ്റ് ജേഡ് എന്ന പെൺകുട്ടിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണെന്ന് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ബോബ് പിയേഴ്സിനെ വിശ്വാസമുള്ള സഭയും കമ്മ്യൂണിറ്റിയും വൈറ്റ് ജേഡിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ആ കുഞ്ഞിൻ്റെ സംരക്ഷണാർത്ഥം അവർ പണം ഏൽപ്പിച്ചു. ആ പണമെല്ലാം കൂടെ ബോബ് പിയേഴ്സ് എണ്ണി നോക്കിയപ്പോൾ ഒരു വൈറ്റ് ജേഡിനെയല്ല, അനാഥത്വം പേറുന്ന ഒത്തിരി വൈറ്റ് ജേഡന്മാരെ വളർത്തുവാനുള്ള പണം അദ്ദേഹത്തിൻ്റെ കയ്യിലെത്തി. അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ ബൈബിളിൽ ആ പ്രാർത്ഥനാ വാക്യത്തിൽ ഒരു ഭാഗം പ്രത്യേകം കുറിച്ചിട്ടു, ദൈവത്തിൻ്റെ ഹൃദയത്തെ തകർക്കുന്നതെന്തും എൻ്റെ ഹൃദയത്തെയും തകർക്കട്ടെ. അവിടെ വേൾഡ് വിഷൻ ആരംഭിച്ചു. ഇന്ന് അത് വളർന്ന് പടർന്ന് പന്തലിച്ച് ലോകത്തിലെ 100-150 രാജ്യങ്ങളിൽ ആ പ്രവർത്തനമുണ്ടായിരുന്നു. 1980 തുടക്കത്തിലോ അല്ലെ 70 അവസാനത്തിലൊക്കെ ഇന്ത്യയിലും ആ പ്രവർത്തനം എത്തി. ഇന്ത്യയിൽ പഞ്ചാബ് ഒഴികെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും വേൾഡ് വിഷൻ്റെ പ്രവർത്തനം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ പ്രത്യേക ക്രൈസിസിൽ ചില വർഷങ്ങളായിട്ട് വേൾഡ് വിഷൻ്റെ ഗ്ലോബൽ ഫണ്ടിന് ചില തടസ്സങ്ങൾ നേരിട്ടത് കൊണ്ട് ഗ്ലോബൽ ആക്ടിവിറ്റീസ് ഇല്ല. എന്നാൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പണം കൊണ്ട് അവിടങ്ങളിലായിട്ട് വേൾഡ് വിഷൻ്റെ പ്രവർത്തനം നടക്കുന്നു. ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ചതുപോലെ കുട്ടികളുടെ വളർച്ചയ്ക്ക് വേണ്ടി, ഡെവലപ്മെൻറ്റിന് വേണ്ടി, സ്ത്രീ ശാക്തീകരണം, അതുപോലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, ഗ്രാമീണ മേഖലയിലെ വികസനം, വിദ്യാഭ്യാസ വികസനം, അങ്ങനെ വളരെ കാര്യങ്ങൾ വേൾഡ് വിഷനിലോട്ട് ചെയ്യുന്നു. ആ ഒരു പ്രവർത്തനത്തിൽ പങ്കാളിയായതിൽ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കാനായിട്ടില്ലാത്തപ്പോൾ അർഹരായവരെ കണ്ടെത്തി അവർക്ക് വേണ്ടി പ്രോജക്റ്റുകൾ തയ്യാറാക്കി അവരെ സഹായിക്കാൻ കഴിഞ്ഞത് ഒത്തിരി ആശ്വാസകരമാണ്. വളരെ സന്തോഷം. ഈ അനുഭവങ്ങൾ ഇനി ഒരുപാട് കേൾക്കാനുണ്ട്. രണ്ടാമതൊരു കാര്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ തിരക്കിട്ട പ്രവർത്തനങ്ങൾക്കിടയിൽ ബൈബിൾ ധ്യാനിക്കാനും പഠിക്കാനും ഇത്ര ഓർമ്മിക്കാനുമുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു ഈ പ്രവർത്തനങ്ങൾക്കിടയിൽ? ഒരു ബൈബിൾ ക്വിസിലേക്ക് വന്നതുകൊണ്ട് ചോദിക്കുകയാണ്. ഒരു 50 വർഷമായിട്ട് വിശ്വാസിയായി ജീവിക്കുന്ന ഒരു പാരമ്പര്യവും ഒരു അനുഭവം മാത്രമേ അവകാശപ്പെടാനുള്ളൂ. അതിലൊത്തിരി പഠിച്ച ആളെന്നുള്ളൊരു അവകാശത്തിലൊന്നുമല്ല. ഇഷ്ടം കൊണ്ട്, താല്പര്യം കൊണ്ട് അതിൽ പങ്കെടുക്കാൻ വന്നുള്ളതേ ഉള്ളൂ. വലിയ കോൺഫിഡൻ്റ് ആയിട്ടൊന്നും വന്നതുമല്ല. ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഒരു സന്തോഷം. ഇപ്പം കൃത്യമായി ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുമെന്നൊരു കോൺഫിഡൻസ് തോന്നുന്നുണ്ടോ? ആ കോൺഫിഡൻസാണ് ഇവിടം വരെ എത്തിച്ചത്. ഇപ്പോഴും കോൺഫിഡൻസോടെ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ചോദ്യം അനുസരിച്ച് ഉത്തരം പറയാമെന്ന് പ്രതീക്ഷിക്കും. ചില ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, 2-3 പേരെ ബന്ധപ്പെട്ടപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞത്, ഇനി വന്ന് ഉത്തരവെങ്ങാനും തെറ്റിപ്പോയാൽ, ഇപ്പം എന്നെ ശ്രദ്ധിക്കുന്ന ഒരുപാട് ആളുകൾ എന്നെ ശ്രദ്ധിക്കുമല്ലോ, അതെനിക്കൊരു ബുദ്ധിമുട്ടാണ്. എൻ്റെ ഉത്തരവെങ്ങാനും തെറ്റിപ്പോയാൽ, അദ്ദേഹം വലിയ അറിവുള്ള ആളായിരുന്നു, പക്ഷേ ഒരു മത്സരത്തിൽ വിജയിക്കാൻ കഴിഞ്ഞില്ലെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഭയമുണ്ടോ?
അത്ര ഒരു ഭയത്തിൻ്റെ കാര്യമില്ലല്ലോ. എല്ലാവർക്കും അങ്ങനെയൊക്കെ ഭയമുണ്ട്. എന്നാലേ തെറ്റാത്തവരാരും ഇല്ല, ഉത്തരം തെറ്റിക്കാത്തവരും ആരുമില്ല. എത്ര മിടുക്കരാണെങ്കിലും തെറ്റൊക്കെ സംഭവിക്കാം. അത് ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് എടുത്താണ് ഇവിടം വരെ എത്തിയത്. അപ്പോൾ തെറ്റ് സംഭവിച്ചാലും കുഴപ്പമില്ല എന്നൊരു മനസ്ഥിതിയിലാണ്. തീർച്ചയായിട്ടും. ഓക്കെ, നമ്മുടെ മത്സരത്തെക്കുറിച്ച് കൃത്യമായി ബോധ്യമുണ്ടെന്ന് കരുതുകയാണ്. എങ്കിലും ഞാൻ ആ കാര്യങ്ങളൊന്ന് വിശദീകരിക്കുകയാണ്. നമുക്ക് മുഴുവൻ 12 ചോദ്യങ്ങളാണുള്ളത്. ആ 12 ചോദ്യങ്ങൾ 4 ഭാഗങ്ങളായി നാം വേർതിരിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങളും അതിൻ്റെ മത്സരത്തിൻ്റെ ഫലങ്ങളും തുകകളും ഒക്കെ ഇങ്ങനെയാണ്. 500 രൂപയിൽ തുടങ്ങി 10,000 രൂപയുടെ സമ്മാനത്തിൽ അവസാനിക്കുന്ന 12 ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. ആദ്യത്തെ 4 ചോദ്യങ്ങൾ പുതിയ ഓപ്പൺ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്ക് 4ന് ഉത്തരം പറഞ്ഞാൽ 1000 രൂപ സമ്മാനമായി ലഭിക്കും. ആ 1000 രൂപ അവിടെ മത്സരം അവസാനിപ്പിച്ചാലും 4ാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ അതൊരു സേഫ് സോണാണ്. 1000 രൂപയായിട്ട് മടങ്ങിപ്പോകാം. 2ാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പഴയ നിയമമാണോ പുതിയ നിയമമാണോ നമുക്കിഷ്ടം, അതിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ സ്വീകരിക്കാം, അത് തിരഞ്ഞെടുക്കാം. ആ 4 ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകിയാൽ 3000 രൂപ സമ്മാനമായിട്ട് ലഭിക്കും. അവിടെ മത്സരം അവസാനിപ്പിച്ചാൽ ആ 3000 രൂപയുമായി മടങ്ങിപ്പോകാം. അല്ല, ഇനി മുൻപിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ 3 ഓപ്ഷനാണ് നമുക്ക് മുൻപിലുള്ളത്. ഒന്നുകിൽ മിഷണറിമാരുടെ ചരിത്രത്തിൽ നിന്ന്, അല്ലെങ്കിൽ ലോക മതങ്ങളുടെ ചരിത്രത്തിൽ നിന്ന്, അഥവാ നമ്മുടെ ക്രൈസ്തവ ഗാന ചരിത്രത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഓപ്ഷൻ പോലെ ആ റൗണ്ട് അവസാനിക്കുമ്പോൾ 6000 രൂപ കൃത്യമായി ഉത്തരം പറഞ്ഞെങ്കിൽ മാത്രം 6000 രൂപയിൽ നമ്മൾ വന്ന് അവസാനിക്കും. അവിടെ മത്സരം അവസാനിപ്പിച്ചാൽ 6000 രൂപയിൽ മടങ്ങിപ്പോകാം. ഇനി ഒടുവിലത്തെ ചോദ്യം 12ാമത്തെ ചോദ്യം, അത് നമ്മുടെ ബമ്പർ പ്രൈസിലേക്കുള്ള ചോദ്യമാണ്. അതിന് ഉത്തരം പറഞ്ഞാൽ, അറ്റംപ്റ്റ് ചെയ്ത് ഉത്തരം പറഞ്ഞാൽ നമുക്ക് 10,000 രൂപ സമ്മാനമായിട്ട് ലഭിക്കും. ഇനി അത് അറ്റംപ്റ്റ് ചെയ്യാതെ മടങ്ങുകയാണെങ്കിൽ 6000 രൂപയായിട്ട് മടങ്ങിപ്പോകാം. അഥവാ അറ്റംപ്റ്റ് ചെയ്ത് തെറ്റിപ്പോയാൽ 6000-ൽ നിന്ന് നേരെ 3000-ലേക്ക് അതിൻ്റെ സമ്മാനത്തുക ചുരുങ്ങുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള 4 റൗണ്ടാണ് നമ്മുടെ മുൻപിലുള്ളത്. ആദ്യത്തെ റൗണ്ടുകളിലൊക്കെ വളരെ കൃത്യമായി ഉത്തരം പറയാൻ സാധിക്കുമെന്ന് തന്നെ ഞാൻ കരുതുകയാണ്. കോൺഫിഡൻസ് കാണുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഇതിനിടയിൽ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഇനിയും കേൾക്കേണ്ടിയിരിക്കുന്നു. അതൊരുപാട് പേരെ പ്രചോദിപ്പിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പം നമുക്ക് മത്സരത്തിലേക്ക് കടക്കാമല്ലോ. പൂർണ്ണ ബോധ്യത്തോടെ മത്സരത്തിലേക്ക് പോകാൻ തയ്യാറാണ്? അതിനു മുൻപ് വേറെ എന്തെങ്കിലും ആശങ്കകൾ എന്തെങ്കിലും ഈ ചോദ്യങ്ങൾ സംബന്ധിച്ചോ റൗണ്ടുകൾ സംബന്ധിച്ചോ നിലനിൽക്കുന്നുണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നമുക്ക് 1ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. 500 രൂപയുടെ 1ാമത്തെ ചോദ്യം. കൊർന്നെല്യോസ് ആരായിരുന്നു? ഓപ്ഷൻ എ ഇടപ്രഭുവായിരുന്നു, ഓപ്ഷൻ ബി ദേശാധിപതിയായിരുന്നു, ഓപ്ഷൻ സി ശതാധിപനായിരുന്നു, ഓപ്ഷൻ ഡി പള്ളിപ്രമാണിയായിരുന്നു. ഓപ്ഷൻ സി ശതാധിപൻ. ഓപ്ഷൻ സി ശതാധിപൻ. ഉത്തരം ഉറപ്പിക്കുക. ഓപ്ഷൻ സി ശതാധിപൻ ഉത്തരം ഉറപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ വേൾഡ് വിഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ ബോബ് പിയേഴ്സിന് ദൈവം കൊടുത്തൊരു ദർശനമാണ്, ഒരു മനുഷ്യനിലൂടെ ദൈവം പ്രവർത്തിച്ചതാണ് ഒരു വലിയ ലോകവ്യാപകമായിട്ടുള്ളൊരു പ്രസ്ഥാനമായി തീർന്നു. കൊർന്നെല്യോസിൻ്റെ ചരിത്രമൊക്കെ നമ്മൾ നോക്കിയാലും അവിടുത്തെ ജാതികളുടെ ഇടയിൽ പത്രോസ് അപ്പോസ്തലനെ പോലൊരു മനുഷ്യൻ കടന്നു വരുന്നത്, അദ്ദേഹം തന്നെ അത് നിരസിച്ചിട്ടുള്ള ആളാണെന്ന് കർത്താവ് കൃത്യമായിട്ട് അദ്ദേഹത്തിന് ദർശനം കൊടുത്ത് അദ്ദേഹത്തെ നിർബന്ധിച്ചാണ്, അല്ലെങ്കിൽ അദ്ദേഹം യഹൂദന്മാരുടെ ഇടയിലുള്ള സുവിശേഷ വേലയുമായിട്ട് ചുരുങ്ങി നിന്നൊരു മനുഷ്യനാണ്. ഈ കൊർന്നെല്യോസിന് ലഭിച്ചൊരു ദർശനമാണ് പത്രോസ് എന്ന് പറയുന്ന ഒരു അപ്പോസ്തലനെ പോലും ആ യഹൂദ മതത്തിൻ്റെ കെട്ടുപാടിൽ നിന്ന് പുറത്തേക്ക് ജാതികളിലേക്ക് രക്ഷയുണ്ട് എന്നൊരു ദർശനത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരു മനുഷ്യനിലൂടെ ദൈവം പ്രവർത്തിക്കുന്നത് അത് ലോകവ്യാപകമായി പടരാൻ സാധ്യതയുണ്ട്. നമുക്ക് ദൈവം തരുന്ന ദർശനങ്ങൾ, നമുക്ക് ദൈവം തരുന്ന സ്വപ്നങ്ങൾ, അല്ലെ ദൈവം നമുക്ക് തരുന്ന അനുഭവങ്ങൾ അതൊരിക്കലും മൂടി വെക്കപ്പെടേണ്ടതല്ലല്ലോ. അത് മുമ്പോട്ട് നമ്മൾ ക്യാരി ചെയ്യേണ്ടതാണ്. ഒരുപക്ഷെ ഈ വേൾഡ് വിഷൻ പോലെ വലിയ നിയോഗങ്ങളായിത്തീരാം, വലിയ ദൗത്യങ്ങളായിത്തീരാം. അങ്ങനെ
മനസ്സിനെ വല്ലാതെ പിടിച്ചു കുലുക്കിയ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള കാഴ്ചകളോ അനുഭവങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ പ്രവർത്തന മേഖലയിൽ എത്തുമ്പോൾ വീടില്ലാത്ത ഒത്തിരി മനുഷ്യരെ കണ്ടിട്ടുണ്ട്. ഒന്ന് കയറി തലയൊളിക്കാനായിട്ട് പറ്റുന്ന വീടില്ല, ഒരു ടോയ്ലറ്റിൽ പോകാനുള്ള സൗകര്യം ഇല്ലാത്ത ഒത്തിരി പേര്. അപ്പം അങ്ങനെയുള്ള നിരവധി പേർക്ക് വേൾഡ് വിഷൻ്റെ സഹായത്തോടെ അവർക്ക് പാർപ്പിടം ഉണ്ടാക്കാൻ, അവർക്ക് ഈ പറഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ടിയ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അവർക്ക് കരിയർ ഗൈഡൻസ് കൊടുത്ത് അവരെ ചില സ്ഥാപനങ്ങളിൽ എത്തിച്ച് അതിൻ്റെ പ്രാരംഭ ഫീസൊക്കെ കൊടുത്ത് അവർക്ക് ബാങ്ക് ലോണുകളൊക്കെ സംഘടിപ്പിച്ച് കൊടുക്കാനായിട്ടും ആ കുട്ടികളൊക്കെ ഇപ്പം നല്ല നിലയിലെത്തുന്ന ഒരു സ്ഥിതിവിശേഷം കണ്ടിട്ടുണ്ട്. ഈ കാര്യം നമ്മുടെ ഗുഡ് ന്യൂസിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ സജിമത്തായ് സാറ് ഈ വേൾഡ് വിഷനിൽ ദീർഘകാലം പ്രവർത്തിച്ച് അനുഭവ സമ്പത്തുള്ള ആളാണ്. എന്നേക്കാൾ നന്നായിട്ട് അവർ കണ്ണൂരും അതുപോലെ പാലക്കാടും ഒക്കെ ഈ പ്രവർത്തനങ്ങൾ ധാരാളം ചെയ്ത് അവരൊക്കെ പേര് കേട്ട പ്രവർത്തകരാണ്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ആ ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചത്. ഓക്കെ, നമുക്ക് ഈ ഒന്നാമത്തെ ഉത്തരം ശരിയാണോ എന്ന് പരിശോധിക്കാം. കൃത്യമായ ബോധ്യം ബിജി സാറിനുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. ഒന്നാമത്തെ ഉത്തരം ഓപ്ഷൻ സി ശതാധിപൻ ഉത്തരം ശരിയാണോ? ഓപ്ഷൻ സി ശതാധിപൻ ഉത്തരം വളരെ കൃത്യമാണ്. ആദ്യ റൗണ്ടിലെ ആദ്യ ചോദ്യം ഉത്തരം നൽകി 500 രൂപ സമ്മാനമായി ലഭിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം നൽകുമ്പോൾ 600 രൂപയിലേക്കാണ് ആ സമ്മാനത്തുക വർദ്ധിക്കുന്നത്. ഇപ്പോൾ ഒന്നാമത്തെ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം, ആദ്യമായി മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കിയത് ഇവരിൽ ആരാണ്? ഓപ്ഷൻ എ കയീൻ, ഓപ്ഷൻ ബി നോഹ, ഓപ്ഷൻ സി ഹാം, ഓപ്ഷൻ ഡി കനാൻ. ആരാണ് ആദ്യമായി മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കിയത്? ഓപ്ഷൻ ബി നോഹ. ഉത്തരം ഉറപ്പിക്കുകയാണ്? ഉറപ്പിക്കും. സംശയങ്ങളൊന്നും തന്നെ ഇല്ല? സംശയമില്ല. ഓക്കെ, ഓപ്ഷൻ ബി നോഹ ഉത്തരം ബിജി സാറ് ഉറപ്പിക്കുകയാണ്. ഓപ്ഷൻ ബി നോഹ. ഈ ആദ്യമായി ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരുപാട് സംസ്കാരങ്ങൾ നമ്മളിപ്പോൾ നമ്മുടെ കാലത്ത് നിന്നുകൊണ്ട് പഴയകാല സംസ്കാരങ്ങളെക്കുറിച്ച് ഒരുപാട് വിലയിരുത്താറുണ്ട്. എന്താണ് എല്ലാത്തിൻ്റെയും തുടക്കം എന്ന് പരിശോധിക്കാറുണ്ട്. പല രീതിയിൽ അങ്ങനെ പല സംസ്കാരങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പോൾ ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ മെസപ്പൊട്ടോമിയൻ സംസ്കാരം തൊട്ട് നമ്മൾ പഠിച്ചു വരുന്നുണ്ട്. എങ്കിലും ഇതിൻ്റെയൊക്കെ തുടക്കം ഒരുപാട് വൈദഗ്ധ്യമുള്ള മേഖലകളുടെ തുടക്കം, കാർഷിക മേഖലകളുടെയൊക്കെ തുടക്കം, ലോകത്തിൽ ഒരുപക്ഷെ എല്ലാത്തിൻ്റെയും തുടക്കം നമുക്ക് ബൈബിളിൽ നിന്ന് കണ്ടെത്താൻ പറ്റുന്നതാണ്. ഇതുപോലെ കാർഷിക ഉപകരണങ്ങൾ കണ്ടെത്തിയത്, മറ്റ് സംഗീത ഉപകരണങ്ങൾ കണ്ടുപിടിച്ചത്, സംഗീതം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയതിനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിനകത്ത് കൃത്യമായ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. പിന്നീട് മുൻപോട്ട് പോകുമ്പോഴാണ് 4-ാം അധ്യായത്തിലാണ് കൃത്യമായിട്ടൊരു ലിസ്റ്റ് കൊടുത്തിട്ടുള്ളത് ആരാണ് എല്ലാത്തിനും തുടക്കം കുറിച്ചത്. ഇപ്പം നോഹയെ സംബന്ധിച്ച് ഒരു 6-ാം അധ്യായത്തിന് ശേഷം വരുന്ന ആളാണ്. 6-ാം അധ്യായത്തിലാണ് നോഹ നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയുന്നത്. പക്ഷെ 4-ാം അധ്യായത്തിൽ തന്നെ വിശദീകരണമുണ്ട്. തുടക്കങ്ങളുടെ ഒരു വിശദീകരണം 4-ാം അധ്യായത്തിലാണ്. അപ്പോൾ ഈ ഉത്തരത്തിൽ സംശയമുണ്ട്. നമ്മളത് ഉറപ്പിച്ചു, എങ്കിലും എന്തെങ്കിലും സംശയം ഹൃദയം കൊണ്ട് തോന്നുന്നുണ്ടോ? സംശയമില്ല. അപ്പം നമുക്ക് പരിശോധിക്കാം. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി നോഹയാണ്. യെസ്, രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം വളരെ ശരിയാണ്. ഓപ്ഷൻ ബി നോഹയാണ് ആദ്യമായി മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കിയത്. 600 രൂപ ഈ ഉത്തരത്തിലൂടെ സമ്മാനമായി ലഭിച്ചിട്ടുണ്ട്. ഇനി പ്രേക്ഷകർക്കുള്ള അവസരമാണ്. ശ്രദ്ധിക്കുക, 3 സൂചനകളാണ് നിങ്ങൾക്കുള്ളത്. ആ 3 സൂചനകളും ശ്രദ്ധിച്ചതിന് ശേഷം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വേണം നിങ്ങളുടെ ഉത്തരങ്ങൾ സമർപ്പിക്കാൻ. 3 സൂചനകൾ ശ്രദ്ധിക്കുക. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അവിടെയാണ് നിങ്ങളുടെ ഉത്തരം സമർപ്പിക്കേണ്ടത്. ഇതാ പ്രേക്ഷകർക്കായിട്ടുള്ള ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ സൂചന. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ 1-ാം സൂചന, അബ്രഹാമിനെയും മോശയെയും ഞാൻ കണ്ടിട്ടില്ല, എന്നാൽ യേശുവിനെയും ശിഷ്യന്മാരെയും
എനിക്ക് പരിചയമുണ്ട്. 2-3 സൂചനകൾക്കായി കാത്തിരിക്കുക. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മൻ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണാവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8861517777. പ്രേക്ഷകർക്കും ബൈബിൾ ബ്രെയിൻസിന്റെ ഭാഗമാകാൻ ഇതാ ഒരവസരം. ഇന്ന് രാത്രി 8 മണിക്ക് സംപ്രേഷണം ചെയ്യുന്ന ബൈബിൾ ബ്രെയിൻസ് എപ്പിസോഡിന്റെ 3 സമയങ്ങളിലായി 3 സൂചനകൾ. ആദ്യം ശരിയുത്തരം അയക്കുന്ന വ്യക്തിക്ക് 1000 രൂപ വിലമതിക്കുന്ന സമ്മാനം. ചോദ്യങ്ങൾക്കായി കാത്തിരിക്കൂ, ഉത്തരങ്ങൾ അയക്കൂ, സമ്മാനങ്ങൾ നേടൂ. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്. ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473727226 9400520909. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക. ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്. ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിന്റെ ചരിത്രം വിരൽത്തുമ്പിൽ. ഗുഡ് ന്യൂസ്. ബിജി സാറിനെ സംബന്ധിച്ച് സാറായിട്ട് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നോഹ ഇങ്ങനെ തുടങ്ങിയതുപോലെ ഒരു സ്റ്റാർട്ടായിട്ട് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ വല്ലതും ചെയ്തിട്ടുണ്ടോ, ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അങ്ങനെ പരിശ്രമിക്കുന്നുണ്ടോ? ഞാനായിട്ട് തുടങ്ങിയെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. ഞാൻ ഇപ്പോൾ പാമ്പാടിയിൽ നിന്നാണ് വരുന്നത്. പാമ്പാടി IPC ചർച്ചിലാണ്, ബഥേൽ IPC ചർച്ചിലാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. പാമ്പാടി ഒരു സെൻ്ററാണ് IPCയുടെ. സെൻട്രൽ പാസ്റ്റർ എല്ലാവരും അറിയപ്പെടുന്ന പാസ്റ്റർ സാംദാനിയൽ അവറുകളാണ്. ഒരു വിഷണറിയാണ് അദ്ദേഹം. സാധാരണയിൽ കവിഞ്ഞ് ദീർഘവീക്ഷണമുള്ള, ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് ഒത്തിരി താല്പര്യമുള്ള, ആൾക്കാരെ ചേർത്ത് പിടിക്കാൻ കഴിവുള്ള ഒരാളും ആൾക്കാരെ കണ്ടെത്താൻ കഴിവുള്ള ഒരാളുമാണ്. അപ്പം അങ്ങനെ ഞങ്ങളൊക്കെ വിശ്രമ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം ആലത്തൂരിൽ നിന്ന് അവിടെ പാമ്പാടിയിൽ വന്ന ശേഷം ആൾക്കാരെക്കുറിച്ചൊക്കെ ഒരു അന്വേഷണം നടത്തി ഞങ്ങളുടെയൊക്കെ പേര് ആരൊക്കെയോ അവിടെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ റിട്ടയറായിട്ട് കഴിയാണ്. അങ്ങനെ ഞങ്ങളിൽ ചിലരെയൊക്കെ പങ്കെടുപ്പിച്ച് അദ്ദേഹം ഒരു ബ്രദേഴ്സ് ഫെലോഷിപ്പ് എന്ന് പേരുള്ള ഒരു ബോർഡ് രൂപീകരിച്ചു. ബ്രദേഴ്സ് ഫെലോഷിപ്പ്, ഒരു സഹോദര സമാജം എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് ചില അഭിപ്രായങ്ങൾ അദ്ദേഹം പറഞ്ഞു. അതിലൊന്ന്, നമുക്ക് മിഷൻ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യണം, നമുക്ക് മിഷണറിമാരെ അയക്കണം. അപ്പോൾ അതൊരു പുതുമ. കോട്ടയത്തൊക്കെ അത് നടക്കുന്നുണ്ട്, മിഷണറിമാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പാമ്പാടി സെൻറ്റർ താരതമ്യേന അങ്ങനെയൊന്നും ചെയ്യാൻ പ്രാപ്തമല്ല എന്ന് കരുതിക്കൊണ്ടിരുന്ന ഒരു സെൻറ്ററാണ്. അങ്ങനെ വലിയ വലിയ ആൾക്കാരൊന്നും അവിടെ ദൃശ്യമായിട്ട് ഇല്ല. എന്നാൽ പ്രാർത്ഥനയോടെ ആ ഒരു കാൽവെപ്പിന് ഇറങ്ങി അദ്ദേഹം ചെയർമാനായി, എന്നെ കൺവീനറാക്കി. ഒരു ലാലു ചായനുണ്ട്, അദ്ദേഹം ജോൺ വർഗീസ് എന്ന് പറയും, അദ്ദേഹം സെക്രട്ടറി ആയിക്കൊണ്ട്, പിന്നെ നമ്മുടെ ഇവിടെയുള്ള ബ്ലസൻ്റെ അങ്കിള് അതിൻ്റെ ജോയിൻറ്റ് കൺവീനർ, പിന്നെ ഒരു അലക്സ് ചായനുണ്ട്, അദ്ദേഹം അലക്സ് മാത്യു, അദ്ദേഹം ട്രഷററായിക്കൊണ്ട് ഒരു ബോർഡ്. എന്നിട്ട് ഞങ്ങൾ ഈ കാര്യവുമായിട്ട് അങ്ങോട്ട് വിശ്വാസത്തോടെ മുന്നോട്ടിറങ്ങി. ഞങ്ങൾ തന്നെ സ്പോൺസർമാരായി ചെറിയ ചെറിയ തുകകൾ മിഷണറിമാർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു ദർശനത്തോടെ, പ്രാർത്ഥനയോടെ അത് ആരംഭിച്ചു. പാമ്പാടി സെൻട്രലിൽ നിന്ന് ആരംഭിച്ചു. മിഷൻ പ്രവർത്തനത്തെ, സുവിശേഷ വേലയെ, വടക്കേന്ത്യൻ വേലയെ ഇഷ്ടപ്പെടുന്ന, ആഗ്രഹിക്കുന്ന, തങ്ങൾക്ക് പോയി ചെയ്യാൻ കഴിയത്തില്ല, എന്നാൽ സഹായമെങ്കിലും എത്തിക്കാമെന്ന് കരുതി നിരവധി പേര് മുന്നോട്ട് വന്നത് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയായി. കോട്ടയം തിയോളജിക്കൽ സെമിനാരി ഞങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു, മിഷണറിമാരെ കണ്ടെത്തി തന്നു. അങ്ങനെ ബീഹാറിലെ ബക്സറിൽ 6 മിഷണറിമാരെ ഞങ്ങൾക്ക് കണ്ടെത്തി തന്നു. അവർക്കുള്ള സപ്പോർട്ടോടു കൂടി 2022 ഏപ്രിൽ മാസത്തിൽ ഞങ്ങൾ ആ പ്രവർത്തനം ആരംഭിച്ചു. വളരെ അടുത്ത കാലഘട്ടത്തിലാണ് ആരംഭിച്ചത്. ഇപ്പോൾ 2-3 വർഷം ഈ കഴിഞ്ഞ ഏപ്രിൽ പിന്നിട്ടപ്പോൾ ദൈവനാമത്തിന് വേണ്ടി പറയാം, ആ പ്രവർത്തനം 100 പ്രവർത്തനത്തിലെത്തി.
101ാമത്തെ ഒരു പ്രവർത്തനമായിട്ട് ഞങ്ങളുടെ യൂത്ത് പാസ്റ്റർ ഷാൻഡു മാത്യുവിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ അഡ്വക്കേറ്റ് ഡോണായെയും പഞ്ചാബിലേക്ക് ജേക്കബ് ജോൺ പാസ്റ്ററുടെ അടുത്തേക്ക് ഒരു മിഷണറി കുടുംബമായിട്ട് അയച്ച് അങ്ങനെ 101ാമത്തെ മിഷണറി ആയിട്ട് അവരവിടെ പഞ്ചാബിലെത്തി നിൽക്കുന്നു. അത് ഞങ്ങൾക്ക് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെയ്യാൻ പറ്റിയ ഒരു വലിയ കാര്യമാണ്. പാമ്പാടി സെൻറ്ററിലെ പാസ്റ്റേഴ്സ്, പാമ്പാടി സെൻറ്ററിലെ അല്പമെങ്കിലും പണം കയ്യിലുള്ളവർ ഏൽപ്പിക്കുന്നത്, പിന്നെ പാമ്പാടി സെൻറ്ററിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുള്ള സുമനസ്സുകളായിട്ടുള്ള ഒത്തിരി പേര് ഈ ഒരു നല്ല കാര്യത്തിന് വേണ്ടി സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ അവിടെ കൊണ്ട് നിർത്തുകയല്ല, ഈ വർഷം 150 പ്രവർത്തനത്തിൽ എത്തണമെന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അത് വേൾഡ് വിഷനിൽ നിന്ന് പോകുന്ന ശേഷം ഞങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞ ഒരു നല്ല ഒരു പ്രോഗ്രാമായിട്ട് തീർച്ചയായിട്ടും പ്രശംസനീയമായ ഒരു കാര്യമാണ്. കേവലം 3 വർഷം കൊണ്ട് 101 മിഷണറിമാരെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു വർഷം 30-ലധികം, അതായത് ഒരു മാസം കുറഞ്ഞത് ഒരു 2 മിഷണറിമാരെ വെച്ചെങ്കിലും പുതുതായി സപ്പോർട്ട് ചെയ്യാനും ആ പ്രവർത്തനങ്ങൾ സഹകരിക്കാനും കഴിയുന്നത് വലിയ കാര്യമാണ്. ആ പ്രവർത്തനത്തെ ഞങ്ങളുടെ 7 സംസ്ഥാനങ്ങളിൽ കാസർഗോഡ് ഒരു പ്രവർത്തനമുണ്ട്, ഛത്തീസ്ഗഡിൽ 10 പ്രവർത്തനമുണ്ട്, അതുപോലെ മധ്യപ്രദേശ് ഭോപ്പാലിലുണ്ട്, നേപ്പാളിൻ്റെ ബോർഡറിൽ, അതുപോലെ ഭൂട്ടാൻ ബോർഡറിൽ, അതുപോലെ ബോഡോലാൻഡ് ആസാമിൽ, അതുപോലെ ബീഹാറിൽ, ഇത്രയും സ്ഥലങ്ങളിലായിട്ടാണ് പിന്നെ പഞ്ചാബിൽ ഏറ്റവും ഒടുവിലായിട്ട്. ബിജു സാറിനെ ദൈവം ഇനിയും ബലപ്പെടുത്തട്ടെ, അനേകരെ ഇനിയും സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് നമ്മുടെ 3ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 1ാമത്തെ റൗണ്ടിലെ 3ാമത്തെ ചോദ്യം: യേശുവിൻ്റെ ക്രൂശീകരണ സമയം ദേശത്തെല്ലായിടവും ഇരുട്ടുണ്ടായത് ഏത് സമയത്ത്? ഓപ്ഷൻ എ 6 മണി നേരം, ഓപ്ഷൻ ബി 4 മണി നേരം മുതൽ 6 മണി നേരം വരെ, ഓപ്ഷൻ സി 9 മണി നേരം, ഓപ്ഷൻ ഡി 6 മണി നേരം മുതൽ 9 മണി നേരം വരെ. ഇതിലേത് സമയത്താണ് ദേശത്തെല്ലായിടവും ഇരുട്ടുണ്ടായത്? ഓപ്ഷൻ വളരെ ശ്രദ്ധയോടെ നോക്കാം. ഇനിയും 30 സെക്കൻഡിലധികം സമയം അവശേഷിക്കുന്നുണ്ട്. വളരെ കൃത്യതയോടെ വീക്ഷിക്കും. ഓപ്ഷൻ ഡി 6 മണി നേരം മുതൽ 9 മണി നേരം വരെ. ഓപ്ഷൻ ഡി 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലായിടത്തും ഇരുട്ടുണ്ടായി. ഉറപ്പിക്കുകയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ഇരുട്ടുണ്ടായി എന്ന ഉത്തരത്തിൽ ബിജി സാർ ഉറപ്പിക്കുകയാണ്. യേശുവിൻ്റെ ക്രൂശീകരണ സമയത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് ലോർഡ്സ് ടേബിളിനോടുള്ള ബന്ധത്തിൽ ഒരുപാട് തവണ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന വാക്യങ്ങളും വചനങ്ങളും ആയതുകൊണ്ട് അതിൽ സംശയം വരാൻ സാധ്യതയില്ല എന്നെനിക്കും തോന്നുന്നു. സാറ് വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഡി 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ഉത്തരം ശരിയാണോ? അതെ, ഓപ്ഷൻ ഡി 6 മണി നേരം മുതൽ 9 മണി നേരം വരെ എന്ന ഉത്തരം വളരെ ശരിയാണ്. അപ്പോൾ ആദ്യത്തെ റൗണ്ടിലെ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് 800 രൂപ ബിജി സാർ കരസ്ഥമാക്കിയിരിക്കുകയാണ്. അഭിനന്ദനങ്ങൾ. മുൻപോട്ട് പോകുമ്പോഴും ഇതുപോലെ ആശങ്കയില്ലാതെ കൃത്യമായിട്ട് ഉത്തരം പറയാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. 4ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് വേഗത്തിൽ പോകാം. 4ാമത്തെ ചോദ്യം: ഇയ്യോബിന്റെ പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രം ഇവയിലേത്? ഓപ്ഷൻ എ കാർത്തിക, ഓപ്ഷൻ ബി മകൈരം, ഓപ്ഷൻ സി ഇവയിൽ ഒന്നിനെയും പരാമർശിക്കുന്നില്ല, ഓപ്ഷൻ ഡി ഇവ രണ്ടും. ഏതാണ് ഇയ്യോബിന്റെ പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രം ഇവയിലേത്? ഓപ്ഷൻ ഡി ഇവ രണ്ടും. ഓപ്ഷൻ ഡി ഇവ രണ്ടും. ഉറപ്പിക്കുകയാണ്. ഒരു പുനരാലോചന അതിനകത്ത് ആവശ്യമില്ല. ഇല്ല. ഓപ്ഷൻ ഡി ഇവ രണ്ടും. ഉത്തരം ബിജി സാർ ഉറപ്പിക്കുകയാണ്. ഇത് നോക്കുമ്പോഴെങ്കിൽ ഈ ചോദ്യം കൃത്യമായിട്ട് ചോദിക്കണം. ഈ മിക്കവാറും നമ്മൾ ഇന്ന് ആളുകളിലും കാര്യങ്ങളിലും ഒന്നും വിശ്വസിക്കാത്ത ആളുകളാണ്. എങ്കിലും ചില മിടുക്കുള്ള ആളുകൾ ഈ കാർത്തികയും മകൈരവും ആമോസിൻ്റെ പുസ്തകത്തിലും ഇയ്യോബിലും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ആ കാര്യത്തിൽ വാരഫലം തിരയുന്ന ആളുകളൊക്കെ ഉണ്ട്. അതിനോട് എന്താണ് സാറിൻ്റെ സമീപനം? ഈ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും ദൈവമക്കളെ സംബന്ധിച്ച് ഇത് ബാധിക്കുകയില്ല, ഇതിൻ്റെ ദോഷം ബാധിക്കുകയില്ല. കാരണം ഇതിനെ സൃഷ്ടിച്ച ദൈവത്തെയാണ് നമ്മൾ
ആരാധിക്കുന്നത്. ആ ദൈവമാണ് നമ്മെ നേരിട്ട് സംരക്ഷിക്കുന്നതും നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളും നടത്തിപ്പും എല്ലാം നൽകുന്നതെന്ന് വിശ്വസിക്കുന്നു. ചെറിയ തോതിലെങ്കിലും ആളുകളെ ഈ രാശിചക്രം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയോ, അങ്ങനെയുള്ള ആളുകളെ എനിക്കറിയാം. ഈവൻ ഈ നീലവസ്ത്രം ധരിക്കുന്നത് ഒരു ശുഭകരമായിട്ടുള്ള കാര്യമായിട്ട് കണ്ടെത്തി അങ്ങനെ ധരിച്ചു പോകുന്ന ആളുകളെയൊക്കെ ഞാൻ കാണുകയും ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ചെറിയൊരു ഭ്രമം, മിക്കവാറും നമ്മുടെ മനോരമ കലണ്ടർ യൂസ് ചെയ്യുന്നെങ്കിൽ ഒരു വർഷത്തിൽ എന്ത് സംഭവിക്കും എന്ന് മനോരമ കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ ജനിച്ച നാളുകളനുസരിച്ച്. എന്നെ സംബന്ധിച്ച് എൻ്റെ നാളിനെ കുറിച്ച് എനിക്ക് ബോധ്യമൊന്നുമില്ല, ആളുകൾ ശ്രദ്ധിച്ചിട്ടില്ല, എൻ്റെ വീട്ടിൽ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. എങ്കിലും ഇപ്പം നമ്മളതില്ല എന്ന് പറയുന്നെങ്കിലും അത് പരോക്ഷമായിട്ട് അത് ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട്. ഏത് നാളിലാണ് ജനിച്ചത്, അങ്ങനെ സമയം നോക്കി എന്താകും എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അങ്ങനെയാണ്. അങ്ങനൊരു കാലം കൂടെ സാർ അതിന് ഉത്തരം പറഞ്ഞു. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, അങ്ങനൊരു ഭയം നമ്മുടെ നടുവിൽ നിൽക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള. ഇപ്പോൾ യോബിൻ്റെ പുസ്തകത്തിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്, കാർത്തികയുടെ ചങ്ങല നിനക്ക് പൊട്ടിക്കാമോ, മകേരത്തിൻ്റെ ബന്ധനം നിനക്ക് അറുക്കാമോ എന്നൊക്കെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ബന്ധനങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഭീതിപ്പെടുത്തുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിൽ തരക്കേടില്ലാതെ എണ്ണം വെച്ചൊരു കൂടുതലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് സാർ എന്താ പറയുന്നത്? അങ്ങനെയുള്ള ഭീതിക്കകത്ത് നമ്മൾ പെട്ടുപോകണമോ അതോ അതിനെ നമ്മൾ പ്രതിരോധിക്കണം? തീർച്ചയായിട്ടും പ്രതിരോധിക്കണം. ഒന്നാമത്തേത്, ദൈവത്തിലുള്ള ആശ്രയവും വിശ്വാസവും കുറയുമ്പോൾ ഇത്തരം കാര്യങ്ങൾ വിശ്വസിക്കാൻ തോന്നിപ്പോകുന്നു. പിന്നെ ഇപ്പോഴേ ഈ പ്രവാചകന്മാരെ പോലെയുള്ള ചിലര്, നല്ല പ്രവാചകന്മാർ ഒത്തിരി ഉള്ളപ്പോൾ തന്നെ വ്യാജ പ്രവാചകന്മാരും ഇല്ലാതില്ല. അത്തരക്കാരെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് ഭ്രമിപ്പിക്കുന്ന ഒരു രീതിയും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം അവർ പറയുമ്പോൾ അത് വിശ്വസിക്കാനായിട്ട് പാവപ്പെട്ട വിശ്വാസികൾക്ക്, ദുർബലരായ വിശ്വാസികൾക്ക് കൂടുതൽ സാധ്യതയുണ്ടെന്നുള്ളൊരു ചിന്ത എനിക്കുള്ളത്. ദൈവത്തിലുള്ള ആശ്രയം കൂടുതൽ വർദ്ധിപ്പിക്കുക എന്ന് ആണ് ഇതിന് പരിഹാരമായിട്ട് പറയാനുള്ളത്. ശരിയാണ്. ബൈബിൾ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. ഒരുവൻ ക്രിസ്തുവിലായാലും അവൻ പുതിയ സൃഷ്ടിയാണ്. അപ്പോൾ ഈ ലോകത്തിൻ്റെ യാതൊരുവിധ കാര്യങ്ങളും നമ്മെ ബാധിക്കുന്നില്ല. നമ്മൾ അതിൽ നിന്ന് സ്വതന്ത്രമായിട്ട് ക്രിസ്തുവിൽ സ്വതന്ത്രമായി ജീവിക്കുന്ന ആളുകളാണ് എന്നൊരു ബോധ്യം നമ്മുടെ അകത്ത് ഉള്ളതിൽ വളരെ സന്തോഷം. 4ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി, ഇവ രണ്ടും ശരിയാണോ എന്നുത്തരം പരിശോധിക്കാം. ഓപ്ഷൻ ഡി, അതെ, ഓപ്ഷൻ ഡി, കാർത്തിക, മകയിരം, ഈ 2 നക്ഷത്രങ്ങളും വിശുദ്ധ ബൈബിളിൽ യോബിൻ്റെ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. 1ാമത്തെ റൗണ്ട് പൂർത്തീകരിച്ച് 1000 രൂപ സമ്മാനമായി നേടിയിരിക്കുകയാണ്. ഇനി പ്രേക്ഷകർക്കായുള്ള ചോദ്യമാണ്. നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അവിടെ വേണം ഉത്തരം സമർപ്പിക്കാൻ. കമൻറ്റ് ബോക്സിലല്ല, ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അവിടെ വേണം ഉത്തരം സമർപ്പിക്കാൻ. 3 സൂചനകൾ ശ്രദ്ധിക്കുക. ഏത് സൂചനയിലാണോ നിങ്ങൾക്ക് ഉത്തരം മനസ്സിലാകുന്നത് ആ വേഗത്തിൽ ഉത്തരം സമർപ്പിക്കുക. പ്രേക്ഷകർക്കായിട്ടുള്ള ചോദ്യം ഇതാ. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിൻ്റെ 2ാം സൂചന. എൻ്റെ ഒപ്പമുള്ളവർക്ക് യേശുവിനെ ഇഷ്ടമല്ലായിരുന്നു, എങ്കിലും യേശുവിൻ്റെ വാക്കുകൾ കേൾക്കാൻ താല്പര്യമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അവസാന സൂചനയ്ക്കായി കാത്തിരിക്കുക. ഇനി സാറ് മുമ്പിലേക്ക് പോയാലും സങ്കടപ്പെടണ്ട. മുമ്പിൽ പോയി ഉത്തരം തെറ്റിയാലും ഒന്നുമില്ലാതെ മടങ്ങിപ്പോകുന്നില്ല. 1000 രൂപ സാറിന് സമ്മാനമായിട്ട് കൃത്യമായിട്ട് ലഭിക്കുന്നതാണ്. ഇപ്പോൾ മുമ്പിലേക്ക് പോകുമ്പോൾ ചോദ്യങ്ങളൊക്കെ പരിശോധിക്കാം. മത്സരം അവസാനിപ്പിക്കണമെങ്കിൽ ഇടയിൽ വെച്ച് അവസാനിപ്പിക്കാം, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പം മുമ്പോട്ട് പോകാം. അടുത്ത റൗണ്ടിലേക്ക് പോകാൻ സന്നദ്ധനാണ്. മുമ്പോട്ട് പോകാം. അപ്പോൾ 2ാമത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യത്തിന് 1500 രൂപയാണ് സമ്മാനമായി ലഭിക്കുന്നത്. അതിനു മുൻപ് ഈ റൗണ്ടിലേക്ക് പോകുമ്പോൾ സാറിന് തിരഞ്ഞെടുക്കാം, പഴയ നിയമത്തിൽ നിന്നോ പുതിയ നിയമത്തിൽ നിന്നാണോ ഉത്തരം പറയാൻ അഭികാമ്യമായിട്ടുള്ളത്. ഏത് പുസ്തകമാണ് കൂടുതൽ പരിചയം ആ പുസ്തകം, ആ ഭാഗം തിരഞ്ഞെടുക്കാം. എവിടെ നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്? പഴയ നിയമത്തിൽ നിന്നോ പുതിയ നിയമത്തിൽ നിന്നോ? പുതിയ നിയമം ആയിക്കോട്ടെ. പുതിയ നിയമമാകാം. എന്താണ് പുതിയ നിയമത്തോട് ഇത്ര പ്രിയം തോന്നാനുള്ള കാര്യം? നമ്മൾ പുതിയ നിയമത്തിനാണല്ലോ കൂടുതൽ പ്രസംഗമൊക്കെ കേൾക്കുന്നതും കൂടുതൽ ആശ്രയിക്കുന്നതും. പഴയ നിയമത്തെ ഒഴിവാക്കിക്കൊണ്ടല്ല, പഴയ നിയമം വായിക്കുന്നുണ്ട്. എന്നാൽ ഓടിച്ചെന്നൊരു ഭാഗം ഒന്ന് വായിക്കണം എന്ന് തോന്നിയാൽ പുതിയ നിയമമാണ് പുതിയ നിയമം വായിക്കുന്നത്.
സാറിൻ്റെ അഭിപ്രായം വ്യത്യസ്തമാണ്. നമ്മെ കൂടുതലും വായിക്കുന്ന സങ്കീർത്തനമാണ്. പറഞ്ഞ എല്ലാ ഞായറാഴ്ചയും സന്തോഷിപ്പിക്കുന്ന വാക്യം മിക്കവാറും സങ്കീർത്തനമായിരിക്കും. മറ്റു പുസ്തകങ്ങളും സന്തോഷിപ്പിക്കുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അപ്പോൾ പുതിയ നിയമം അങ്ങനെ ഓടിച്ചെന്ന് വായിക്കുന്നു എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ പുതിയ നിയമത്തിൽ ഇത്ര പ്രിയം തോന്നാനുള്ളൊരു കാരണം പുതിയ നിയമം അങ്ങനെ കൂടുതലായി പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? പുതിയ നിയമത്തിൽ ചില പുസ്തകമൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ കേട്ടു, അതാണ് ഞാൻ ചോദിച്ചത്. പുതിയ നിയമത്തിൽ വെളിപ്പാട് പുസ്തകം മുഴുവൻ മനപ്പാഠമാക്കി പഠിച്ച് അതിനെക്കുറിച്ച് പഠിക്കണമെന്ന് താല്പര്യത്തോടെ നടന്നു എന്നിങ്ങനെ ഞാൻ സാറിനെ കുറിച്ച് കേട്ടിരുന്നു. അങ്ങനെ ഒരു ചെറുപ്പകാലം എനിക്കുണ്ടായിരുന്നു. ഞാൻ ജോലിയോടുള്ള ബന്ധത്തിൽ പഴയ ബീഹാറിൽ ജംഷഡ്പൂർ പോയി, ഇപ്പോൾ അത് ജാർഖണ്ഡിൻ്റെ ഭാഗമാണ്, ടാറ്റാ നഗറിൽ. അപ്പോൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാലം എനിക്ക് 22-23 വയസ്സൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ എനിക്ക് പഠിക്കാൻ സമയമുണ്ടായിരുന്നു. അപ്പം അവിടെ പുസ്തകങ്ങളൊന്നും റെഫറൻസുകളൊന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പം എനിക്ക് കിട്ടുന്ന ചെറിയ ശമ്പളത്തിൽ നിന്ന് ഞാനന്ന് പുസ്തകങ്ങൾ പോസ്റ്റിൽ വരുത്തി വായിച്ച് പഠിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആർത്തിയോടെ വായിക്കുമായിരുന്നു. അപ്പോൾ ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ കുറേ സംഭവങ്ങളെല്ലാം വായിച്ച് വന്നപ്പോഴത്തേന് എപ്പോഴും പുസ്തകം മറിച്ച് നോക്കേണ്ട ഒരു സാഹചര്യം വന്നു. ഇത് കുറച്ചൊന്ന് കാണാതെ പഠിക്കാൻ ഒരു ശ്രമം നടത്തിയായിരുന്നു. അങ്ങനെ ആ കാലഘട്ടത്തിൽ 1 വർഷം എടുത്തുകൊണ്ട് വെളിപ്പാട് പുസ്തകം അന്ന് അത് ഒന്ന് കാണാതെ പഠിക്കാനായിട്ട് ശ്രമിച്ച് ഒരു പരിധിവരെ വിജയിച്ചു. 22 അധ്യായങ്ങളും കാണാതെ പഠിച്ചു. അന്ന് പഠിച്ചു. ഇന്നിപ്പം അങ്ങനെയൊന്നും ഓർക്കാൻ പറ്റുന്നില്ല. ഇപ്പം എനിക്ക് 67 വയസ്സ് കഴിഞ്ഞു. അത് എന്നാലും അതിൻ്റെ പ്രാരംഭ അധ്യായമൊക്കെ ഇപ്പോഴും കുറേയെല്ലാം ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഓർത്തെടുക്കാൻ പറ്റും, തെറ്റുകൂടാതെ പറയാൻ പറ്റും. ഒന്ന് പരിശ്രമിക്കുന്നതിൽ തെറ്റില്ലെന്ന് ഞാൻ കരുതുകയാണ്. ആദ്യത്തെ ഒരു അധ്യായം സാർ ഇത്രയും പ്രായത്തിൽ തെറ്റിയാൽ മൈൻഡാക്കരുത്. മൈൻഡാക്കില്ല. ഒരുപാട് ആളുകൾക്ക് പ്രചോദനമാകട്ടെ. ഇപ്പം കുഞ്ഞുങ്ങൾ പോലും വെളിപ്പാട് പുസ്തകം അങ്ങനെ വായിക്കാനോ ബൈഹാർട്ട് ചെയ്യാനോ ശ്രമിക്കാറില്ല. ഇപ്പം സാർ ഇത്രയും നല്ലൊരു പരിശ്രമം നടത്തുമ്പോൾ നിശ്ചയമായിട്ടും അതിനെ പ്രോത്സാഹിപ്പിക്കും. തുടങ്ങാം നമുക്ക്. യോഹന്നാനുണ്ടായ വെളിപ്പാട് 1-ാം അധ്യായം. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ള തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവനത് ദൈവത്തിൻ്റെ വചനവും യേശുവിൻ്റെ സാക്ഷ്യവുമായി യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെ സാക്ഷീകരിച്ചു. ഈ പ്രവചനത്തിലെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്ന പ്രമാണിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. യോഹന്നാൻ ആസിയയിലെ 7 സഭകൾക്കും എഴുതുന്നത്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായെങ്കിൽ അവൻ്റെ സിംഹാസനത്തിന് മുൻപിലുള്ള 7 ആത്മാക്കളുടെ പക്കലിൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകുമാറാകട്ടെ. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം നീക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർക്കുന്നവനുമായവന് എന്നേക്കും മഹത്വവും ബലവും. ആമേൻ. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവർ അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെ അവനെ ചൊല്ലി വിലപിക്കുക. ആമേൻ. ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു, ഇരിക്കുന്നവനും ഇരുന്നതിനും വരുന്നതിനുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. നിങ്ങളുടെ സഹോദരൻ യേശുക്രിസ്തുവിൻ്റെ കഷ്ടത്തിലും രാജ്യത്തിലും സഹീഷ്ണതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിശ്വനായി. നീ കാണുന്നതൊക്കെയും ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മൂർണ, പെർഗമോസ്, തുയത്തേര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്ന 7 സഭകൾക്ക് അയക്ക എന്നിങ്ങനെ കാഹളത്തിനൊത്തൊരു മഹാനാദം എൻ്റെ പുറകിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകൾ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ചുകെട്ടുവിനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാൽ ഉലയിൽ ചുട്ടുപിഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശവും, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന പോലെയായിരുന്നു. അവൻ്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. ഒരു ഭാഗം വിട്ടുപോയി. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ച്, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ ഇന്നേക്ക് ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും. എൻ്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർമ്മവും 7 പൊന്നില വിളക്കുകളുടെ വിരുവ് എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. എൻ്റെ സാറേ, ഇതിന് കൈയടിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ പ്രായത്തിൽ ഈ കാര്യങ്ങൾ
ഇത്ര കൃത്യമായി ഓർത്ത് പറയുക, അത് ദൈവം തന്നൊരു സിദ്ധിയാണ്. ആ 22 അധ്യായങ്ങളും സാർ പഠിച്ചിരുന്നുവെന്ന് ഇതിനാൽ കൃത്യമായിട്ടും ബോധ്യമായി. എന്നെ കൊണ്ട് കഴിയാത്തൊരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇത് ഒരു അത്ഭുതമാണ്. ഇതിങ്ങനെ എന്നേക്കും ഓർത്തിരിക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കപ്പോൾ പുതിയ നിയമത്തിൽ നിന്ന് തന്നെ സാറിനോട് കൃത്യമായി ചോദ്യങ്ങൾ ചോദിക്കും. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാം. പുതിയ നിയമത്തിൽ നിന്നുള്ള രണ്ടാമത്തെ റൗണ്ടിലെ ഒന്നാമത്തെ ചോദ്യം: തികഞ്ഞ സ്നേഹം എന്ത് ചെയ്യുന്നു? ഓപ്ഷൻ എ ധൈര്യം പകരുന്നു, ഓപ്ഷൻ ബി ഭയത്തെ പുറത്താക്കുന്നു, ഓപ്ഷൻ സി നമ്മെ ദൈവത്തോടടുപ്പിക്കുന്നു, ഓപ്ഷൻ ഡി ലോകത്തെ ജയിക്കുന്നു. തികഞ്ഞ സ്നേഹം എന്തു ചെയ്യുന്നു? ഓപ്ഷൻ ബി ഭയത്തെ പുറത്താക്കുന്നു. ഓപ്ഷൻ ബി ഭയത്തെ പുറത്താക്കുന്നു. തികഞ്ഞ സ്നേഹം, ആ ഓപ്ഷൻ ഉറപ്പിക്കുകയാണ്. അഞ്ചാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി ഭയത്തെ പുറത്താക്കുന്നു. ആ ചോദ്യം ഉറപ്പിച്ചിരിക്കുകയാണ്. ആ ആശയം സാറ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? സ്നേഹം കൊണ്ട് ഭയം എങ്ങനെയാണ് പുറത്തു പോകുന്നത്? ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നു എന്ന് വരുമ്പോൾ ആ സ്നേഹിക്കുന്നതിന് തടസ്സമായിട്ട് വരാവുന്ന എല്ലാറ്റെയും നമുക്ക് അത് രണ്ടാമതായിട്ടേ കാണുന്നുള്ളൂ. ഏത് ഭയം വന്നു കഴിഞ്ഞാലും ആ വ്യക്തിയോടുള്ള സ്നേഹം നിമിത്തം ഈ ഭയം നമ്മൾ മറക്കുക, നമുക്ക് ഭയമില്ലാതാകും എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മളെ സ്നേഹിക്കുന്ന ഒരാളുണ്ടെങ്കിലും നമ്മളെ ഏത് കാര്യത്തിൽ നിന്നും അദ്ദേഹം രക്ഷിക്കുമെന്നൊരു ചിന്ത കൂടെ അകത്ത് വരുമ്പോൾ നമ്മുടെ അകത്ത് ആ ഭയം ഓട്ടോമാറ്റിക്കലി മാറ്റി നിർത്താൻ പറ്റും, പുറത്തു പോകുന്നതാണ്. അപ്പോൾ ഈ അഞ്ചാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി ഭയത്തെ പുറത്താക്കുന്നു. ഉത്തരം ശരിയാണോ? ഓപ്ഷൻ ബി ഭയത്തെ പുറത്താക്കുന്നു. ഉത്തരം വളരെ ശരിയാണ്. അപ്പോൾ അഞ്ചാമത്തെ ചോദ്യത്തിന് ഉത്തരം നൽകി 1500 രൂപ സമ്മാനമായിട്ട് ലഭിച്ചിരിക്കുകയാണ്. ഇനി മുൻപോട്ട് പോകുന്ന ചോദ്യങ്ങളിലും ഉത്തരം തെറ്റിയാൽ നമ്മൾ 1000ത്തിലേക്കാണ് മടങ്ങുന്നത്. രണ്ടാമത്തെ റൗണ്ടിലെ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ആറാമത്തെ ചോദ്യം: ചീട്ട് വീണ് മദ്യാസ് അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടപ്പോൾ ആ സ്ഥാനം ലഭിക്കാതിരുന്നത് ആർക്ക്? ഓപ്ഷൻ എ ബർന്നബാസിന്, ഓപ്ഷൻ ബി യുസ്തോസിന്, ഓപ്ഷൻ സി മർക്കോസിന്, ഓപ്ഷൻ ഡി അപ്പല്ലോസിന്. ആ സ്ഥാനം ലഭിക്കാതെ പോയത് ആർക്ക്? ലഭിച്ചത് മദ്യാസിനാണ്, ലഭിക്കാതെ പോയത് ആർക്കാണ്? വളരെ ആലോചിച്ച് ചിന്തിച്ച് ഓപ്ഷൻ ശ്രദ്ധിച്ച് ഉത്തരം പറയാവുന്നതാണ്. ബർന്നബാസ് ഉറപ്പിക്കുകയാണ്. ആശങ്കകളൊന്നും തന്നെ ഇല്ലല്ലോ. ബർന്നബാസ് ഉറപ്പിക്കുകയാണ്. ഓപ്ഷൻ 10 സെക്കൻഡ്. ഓപ്ഷൻ എ ബർന്നബാസ് ഉത്തരം ഉറപ്പിക്കുകയാണ്. ഓപ്ഷൻ എ ബർന്നബാസ് ഉത്തരം ഉറപ്പിക്കുകയാണ്. ഉറപ്പിക്കാം. ഓപ്ഷൻ എ ബർന്നബാസ്. ഈ ചീട്ട് വീണ് മദ്യാസിനെ തിരഞ്ഞെടുത്തുന്നത്, ഇന്ന് നമ്മൾ ചീട്ടല്ല വോട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തോട് സാർ എന്ത് പറയുന്നു? ഇന്ന് കാണുന്ന കാര്യങ്ങൾ ഇന്ന് എല്ലാ മേഖലകളിലും അങ്ങനെ തന്നെ വേണമല്ലോ. ജനാധിപത്യപരമായൊരു സിസ്റ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ജനപ്രാതിനിധ്യമില്ലാതെ ഒരു ഏകാധിപത്യ സിസ്റ്റം എന്ന് പറയുന്നത് എല്ലാ കാലത്തും അതൊരു ഹാമായി തീർന്നിട്ടുണ്ട്. നമ്മൾ കൂടുതൽ തിയോക്രസിയിൽ, ദൈവാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. അപ്പം എല്ലാ കാര്യങ്ങളും ദൈവമാണ് മുമ്പിലേക്ക് നടത്തുന്നത്, മറ്റൊരാളല്ല. ദൈവമാണ് നമ്മുടെ പരമാധികാരി, പരമാധ്യക്ഷൻ ദൈവമാണ്. അതിനപ്പുറത്തോട്ട് മറ്റൊന്നുമില്ല. എങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ കൂട്ടായ തീരുമാനങ്ങൾ വേണം. പഴയ പോലെ കറക്കി കുത്തി ചീട്ടിട്ടൊക്കെ എടുക്കുമ്പോൾ അത് മറ്റു പല താല്പര്യങ്ങളും ഒക്കെ കാണുമല്ലോ. സാർ ഇന്നത്തെ കാര്യങ്ങളോട് എങ്ങനെ അനുകൂലപ്പെടുന്നു? ചീട്ടാണോ വോട്ടാണോ വേണ്ടത്? അങ്ങനെ അഭിപ്രായപ്പെടുന്നവരുണ്ട്. ബിബ്ലിക്കൽ ചീട്ടിട്ടെടുത്തുകൊണ്ട് നമുക്ക് ചീട്ടിട്ടെടുക്കുക എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്നാൽ തന്നെ നമ്മുടെ സിസ്റ്റം മറ്റൊരു രീതിയിലാണ് മുൻപോട്ട് പോകുന്നത്. ഞാൻ ആ സിസ്റ്റത്തെ പിന്തുണയ്ക്കുന്ന ഒരാളാണ്. എന്താണ് സാറിൻ്റെ വ്യക്തിപരമായൊരു അഭിപ്രായം? ആ സിസ്റ്റം നോർമലായിട്ട് പോയാൽ കുഴപ്പമൊന്നുമില്ല. നോർമലായിട്ടെന്ന് പറഞ്ഞാൽ ഈ വോട്ട് പിടുത്തത്തിന് വേണ്ടി, ക്യാൻവാസിങ്ങിന് വേണ്ടി അത് നമ്മളെ തെറ്റായ പ്രവണതയിലേക്ക് കൊണ്ട് എത്തിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. വേദപുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്നത് വോട്ടല്ല, അത് ചീട്ട് തന്നെയാണ്.
ആ കാര്യം തന്നെ പിന്തുടരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല, ജനാധിപത്യ രീതിയിൽ നമ്മൾ ചെയ്തിരിക്കുമ്പോഴും ചീട്ടിട്ട് കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യുന്നില്ല ആരും. കോടതി പോലും ചീട്ടിട്ട് തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ട്. പിന്നെ ഇപ്പൊ രണ്ട് കൂട്ടർക്ക് തുല്യ വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ചീട്ടാണ് വിധി പറയുന്നത്. അപ്പൊ ഇത് തെറ്റായ മാർഗമല്ല, ഇത് തികച്ച് ശരിയായ മാർഗമാണ്. പിന്നെ മറ്റേ കാര്യം, ഇനി നമ്മൾ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും ആ വോട്ടിന്റെ ക്യാൻവാസിങ് പരിപാടിയും അതിന്റെ പുറകിലുള്ളതായ കളികളൊന്നും ഇനി നിൽക്കത്തുമില്ല. ഇതാണ് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന, ചീട്ടിട്ട് തിരഞ്ഞെടുക്കുന്നത് തന്നെയാണ് ദൈവാധിപത്യം നിലനിൽക്കുന്ന ഒരിടത്തെ ദൈവത്തിന്റെ നിർണയം വെളിപ്പെടുന്നത്. അതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാറിൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം അത് പറഞ്ഞപ്പം വേൾഡ് വിഷനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളോ അജണ്ടകളോ ഒന്നും ഇല്ലാതെ തന്നെ പോയൊരു സമൂഹമാണല്ലോ. ഇപ്പോൾ സാറിപ്പോൾ കേരളത്തിൽ എവിടെയൊക്കെ വേൾഡ് വിഷനുമായിട്ട് അനുബന്ധിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്? ഞാൻ വേൾഡ് വിഷൻ്റെ ഒരു ശുശ്രൂഷയിൽ കയറുന്നത് 1985 ഓഗസ്റ്റ് മാസത്തിലാണ്. ഞാൻ വിവാഹം കഴിച്ച് ചില മാസങ്ങൾക്ക് ശേഷമാണ്. ഇടുക്കി ജില്ലയിലാണ്. അപ്പം എനിക്ക് സ്ഥലം പറഞ്ഞു തരാനായിട്ട് എനിക്ക് മുൻപ് ജോലിക്ക് ചെയ്തിരുന്ന എൻ്റെ കസിനായിരുന്നു. അപ്പം അദ്ദേഹം കല്യാണം കഴിച്ച് ബോംബെക്ക് പോകുന്ന ഒഴിവിലേക്ക് ഞാൻ ഓടിച്ചെന്ന് എനിക്കതൊരു വലിയ സ്വപ്നമുണ്ടായിരുന്നു. എന്തെങ്കിലും ക്രിസ്തീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു ജോലി വേണമെന്ന്. എനിക്ക് അറിയത്തില്ല, വേൾഡ് വിഷൻ എന്ന് പറയാനൊന്നും അറിയത്തില്ല. എൻ്റെ മനസ്സിൽ ബൈബിൾ സൊസൈറ്റിയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് കേട്ടപ്പോഴത്തേന്, ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്, ഡോക്ടർ ഫിന്നി, പാസ്റ്റർ PM ഫിലിപ്പിൻ്റെ മകൻ വേൾഡ് വിഷനിൽ ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ കുട്ടികളുടെ എന്തോ പരിപാടിയാണെന്നും കേട്ടിട്ടുണ്ട്. അതിനപ്പുറത്തൊന്നും അറിഞ്ഞ കൂടെ. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം വന്നപ്പോഴത്തേന് എൻ്റെ ഒരു റിലേറ്റീവ്, ഏറ്റവും അടുത്ത റിലേറ്റീവ് റവറൻ സക്കറിയ കോശി, അദ്ദേഹം CSIയിൽ ഒരു വൈദികനാണ്, ബൈബിൾ സൊസൈറ്റിയുടെ കേരള ഓക്സിലയുടെ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് ഒരു പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റിലാണ് ഇടുക്കിയിൽ വേൾഡ് വിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ എൻ്റെ കസിനായിരുന്നു അക്കൗണ്ടൻ്റ് ആയിട്ടിരുന്നത്. അപ്പം ഞാൻ കസിനെ ചെന്ന് കണ്ടപ്പം അവൻ എന്നെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, നിനക്ക് പറ്റിയ പണിയാത്. അപ്പോൾ അതിനകത്ത് ബൈബിളുണ്ട്, പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, പ്രസംഗമുണ്ട്. അപ്പോൾ അവനറിയാം ഞാൻ അങ്ങനത്തെ ഒരാളാണെന്നറിയാം. അപ്പോൾ പെട്ടെന്ന് പിന്നെ കാര്യങ്ങൾ എളുപ്പമാക്കി. അങ്ങനെ എനിക്ക് വഴി പറഞ്ഞു തരുമ്പോഴത്തേനും, ഞാൻ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന് അധികം കഴിയാത്തത് കൊണ്ട് ഞാൻ ഒരു എല്ലാ പാൻറ്റും ഷൂവും ഒക്കെ ഇട്ട് വലിയ പെട്ടിയൊക്കെ എടുത്ത് എനിക്ക് വഴി പറഞ്ഞപ്പോൾ ചേലച്ചൂടിലുള്ള ബസ്സെ കയറി ചേലച്ചൂട്ടിൽ ഇറങ്ങണം എന്ന് പറഞ്ഞ് ഞാൻ ഓർത്ത് അവിടെ എവിടെയെങ്കിലും ആയിരിക്കും ഓഫീസ്. അപ്പോൾ അവിടെ പിന്നെ പറയാണ്, അവിടുന്ന് പയ്യെ നടക്കുമ്പോഴത്തേന് നേരെ നടന്ന് കഞ്ഞിക്കുഴിയിലെത്തണം, അവിടുന്ന് പിന്നെ പഴയരിക്കണ്ടത്തെത്തണം, അവിടുന്ന് പിന്നെ വെൺമണിയിലെത്തണം, അവിടുന്ന് പിന്നെ പട്ടയക്കുടിയിലെത്തണം. ഒരു 10-16 കിലോമീറ്റർ വരും. അത് കുഴപ്പമുള്ള കാര്യമല്ലെന്ന്. 16 കിലോമീറ്റർ നടന്നാണ് ആ കാലത്ത് വേൾഡ് വിഷന്റെ പ്രവർത്തനം. അവിടെ എത്തി ഒരു CSIയിലെ ഉപദേശി ഉണ്ടായിരുന്നു, PG നൈനാൻ, ഈസ്റ്റ് കേരള ഡയോസിസിലെ ഒരു ഉപദേശിയായിരുന്നു. PG നൈനാൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. മേലുകാവുകാരന്, നല്ലൊരു ദൈവദാസനായിരുന്നു. അദ്ദേഹത്തോടൊപ്പം താമസിച്ച് വേൾഡ് വിഷൻ്റെ ജോലി ചെയ്യുമായിരുന്നു. CJ മത്തായി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഒരു സാർ, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്, തൊടുപുഴയുണ്ട്. അദ്ദേഹത്തോട് ചേർന്ന് അവിടെ 2-2.5 വർഷത്തോളം ജോലി ചെയ്തു. അതൊരു വലിയൊരു സന്തോഷം നൽകിയ ഒരു ജോലിയാണ്. ഒത്തിരി പാവപ്പെട്ടവരോടൊപ്പം നമുക്ക് നിൽക്കാനായിട്ട് പറ്റി, അവരെ സഹായിക്കാൻ പറ്റി, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അതോടൊപ്പം തന്നെ മറ്റൊരു മലയോര മേഖല വയനാട്ടിലും ദീർഘകാലം. അത് പിന്നീടാണ്. ഞാൻ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കുഞ്ഞുണ്ടായി. കുഞ്ഞിന് 2 വയസ്സോളം പ്രായമായി. നാട്ടിൽ ആർപ്പുക്കരയായിരുന്നു അന്ന് ഞങ്ങൾ താമസിക്കുന്നത്. എൻ്റെ കുഞ്ഞ് കിണറ്റിപ്പോയി. ഇല്ല, ഞങ്ങൾ ആർപ്പുക്കര താമസിക്കുന്നത്. ഞാൻ മാത്രമാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. എൻ്റെ ഭാര്യയും കുഞ്ഞും എൻ്റെ അമ്മയായിട്ട് ആർപ്പുക്കരയിലെ വീട്ടില്ല. ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തുള്ള ഒരു കിണറിൻ്റെ വക്കില് എൻ്റെ ഒരു അടുത്ത ബന്ധുവായ മോനെ അവളെ എടുത്തുകൊണ്ട് അവിടെ കൊണ്ടുവച്ച് അവനെന്തോ കൈയൊന്ന് വിട്ടപ്പോൾ കുഞ്ഞ് കിണറ്റിപ്പോയി. ഒത്തിരി ആഴമുള്ള കിണറല്ല. അവൻ അവിടെ നിന്ന് നിലവിളിച്ചപ്പോൾ എൻ്റെ അമ്മ 65 വയസ്സുണ്ടാന്ന് ഓടി വന്ന് ചാടി ഈ കൊച്ചിനെ എടുത്ത്, അമ്മ കിണറ്റി ചാടി കുഞ്ഞിനെ എടുത്ത്. അന്നേരം ഇവൻ നിലവിളിച്ചപ്പോഴത്തേക്ക് നാട്ടുകാരെല്ലാം ഓടി വന്ന് ആദ്യം കുഞ്ഞിനെ രക്ഷപ്പെടുത്തി, പിന്നെ അമ്മയെ രക്ഷപ്പെടുത്തി. അങ്ങനെ ഒരു സ്റ്റോറിയുണ്ട്. അപ്പം രക്ഷപ്പെട്ടു. ആ കുഞ്ഞിപ്പോൾ എന്ത് ചെയ്യുന്നു? ആ കുഞ്ഞിപ്പോൾ UK നേഴ്സായിട്ട്, അവൾക്ക് 40 വയസ്സ് ആയി. 40 വയസ്സ്. അവൾ കുടുംബമായിട്ട് UK അവള് അങ്കമാലിയിലെ വിവാഹം കഴിച്ചത്. ഷൈനാണ്. 2 പെൺകുഞ്ഞുങ്ങളുണ്ട്. അവർ ഹാപ്പി ആയിട്ട് UK. അവരിപ്പോൾ ഈ ലൈവ് പ്രോഗ്രാം കാണുന്നുണ്ട്. മറ്റു മക്കള് രണ്ടാമത്തത് മോനാണ് ജസ്റ്റിൻ, മൂത്തത് ലിഡ.
രണ്ടാമത്തെ ജസ്റ്റിൻ, അവൻ വിവാഹം കഴിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് മണ്ണന്തല എന്ന് ഗ്രേസ്. അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ഇളയ കുഞ്ഞ് ഞങ്ങളുടെ കൂടെ ഉണ്ട്, അവളുടെ പേര് കെയ്റ്റ്ലിൻ എന്നാണ്. മൂത്തത് കേലബ്. അവർ ഇന്തോനേഷ്യയിലാണ്, ആമസോണിൽ വർക്ക് ചെയ്യുന്നു. ഗ്രേസ് ഒരു ട്രാവൽ ഏജൻസി നടത്തുന്നുണ്ട്, ബാലിയിലേക്ക് ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്ന വിൻ്റർ ഹോളിഡേയ്സ് എന്നുള്ള ഒരു പേര്. അതിൽ ഞാനും കൂടെ പാർട്ട്ണറാണ്. അതിൻ്റെ ഒരു ഓണറായിട്ട് എന്നെ കൂടെ വെച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു കാര്യവും നടക്കുന്നുണ്ട്. 3ാമത്തെ ആള് ലിൻഡ, ഓസ്ട്രേലിയയിലാണ്. ലിൻഡയുടെ ഭർത്താവ് കടമ്പനാട് എന്നുള്ള റോബിനാണ്. 3 കുഞ്ഞുങ്ങളുണ്ട്, എവലിൻ, പിന്നെ ഡാനിൽ, പിന്നെ ജോബൽ. അപ്പോൾ അവരവിടുത്തെ IPC ചർച്ചുമായി ബന്ധപ്പെട്ട് പോകണം. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞുങ്ങളെ നോക്കാൻ ഒക്കെ ആയിട്ട് ഓസ്ട്രേലിയക്ക് പോയി വരാറുണ്ട്. സാറ് എല്ലാ മേഖലയിലും ഇപ്പം ആ ബിസിനസ്സിൽ തന്നെ ബാലിയിലേക്ക് കൊണ്ടുവന്ന ബിസിനസ്സിനകത്ത്, അതുപോലെ തന്നെ ഈ ബ്രദേഴ്സ് ഫെഡറേഷനകത്ത്, അങ്ങനെയുള്ള ഫെലോഷിപ്പിനകത്ത്, അങ്ങനെയുള്ള എല്ലാ മേഖലയിലും വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രാവൽ ഏജൻസിയിൽ ഞാൻ അത്ര ആക്റ്റീവ് ഒന്നും അല്ല, പിള്ളേർ തന്നെ അതെല്ലാം ചെയ്യുന്നുണ്ട്. സ്റ്റാഫിനെ വെച്ചിട്ടുണ്ട്. കേരളത്തിൽ 2-3 സ്റ്റാഫുണ്ട്, ബാംഗ്ലൂരിലുണ്ട്, പിന്നെ ബാലിയിൽ തന്നെ സ്റ്റാഫുണ്ട്, ജക്കാർത്ത സ്റ്റാഫുണ്ട്. അവർ കുഴപ്പമില്ലാതെ അത് പോകുന്നുണ്ട്. നല്ലൊരു പ്രോജക്റ്റായിട്ട് ട്രാവൽ ഏജൻസി നടക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഇപ്പോൾ ഈ ലൈവ് പ്രോഗ്രാം കാണുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരെല്ലാവരും കാണുന്നുണ്ട്. ഉത്തരങ്ങൾ കൃത്യമാണോ എന്ന് എനിക്ക് ടെൻഷനുള്ള പോലെ അവർക്കും കാണും. അവർക്കും ടെൻഷൻ ഉണ്ടല്ലോ. എൻ്റെ വൈഫും കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ പാമ്പാടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും ഉത്തരം ശരിയാകണേ എന്ന്, നിശ്ചയമായിട്ടും. അപ്പം നമുക്ക് ഈ ഉത്തരം പരിശോധിക്കാം. 6ാമത്തെ ചോദ്യത്തിന് ഉത്തരം, മദ്യാസ് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ആ സ്ഥാനം ലഭിക്കാതിരുന്നത് ആർക്കാണ്? സാറ് പറഞ്ഞ ഉത്തരം ഓപ്ഷൻ എ ബർന്നബാസ് ആണ്. ഓപ്ഷൻ എ ഉത്തരം ബർന്നബാസ് ശരിയാണോ? ഓപ്ഷൻ എ ഉത്തരം ബർന്നബാസ് അല്ല, ഓപ്ഷൻ ബി യുസ്തോസ് ആണ്. മദ്യാസ് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ആ കൂട്ടത്തിൽ ചീട്ട് വീഴാതെ പോയ ആള്. 6ാമത്തെ ചോദ്യത്തിൽ വന്നപ്പോൾ സാറിന് അവിടെ ചെറിയൊരു ആശയക്കുഴപ്പം കൊണ്ട് സംഭവിച്ചു പോയതാണ്, പെട്ടെന്നുള്ള ആശയക്കുഴപ്പം കൊണ്ട് സംഭവിച്ചു പോയതാണെങ്കിൽ സാറ് വളരെ മനോഹരമായിട്ട് ഇത്രയും സമയം മത്സരിച്ചു. അതിലെല്ലാറ്റിലുപരി വളരെ മൂല്യമുള്ള അനുഭവങ്ങളാണ് പറഞ്ഞു തന്നത്. പ്രത്യേകിച്ച് വേൾഡ് വിഷൻ സംബന്ധിച്ച് നോർത്ത് ഇന്ത്യയിലുള്ള സുവിശേഷകന്മാരെ കുറിച്ചുള്ള അവരെ സപ്പോർട്ട് ചെയ്യുന്ന പ്രവർത്തനം സംബന്ധിച്ച്, ഇപ്പോൾ ഇടുക്കിയിൽ ദീർഘകാലം പ്രവർത്തിച്ചു. അതുപോലെ വയനാട്ടിൽ എത്ര നാളുണ്ടായിരുന്നു? വയനാട്ടിൽ 11 വർഷത്തോളം ഉണ്ടായിരുന്നു. 11 വർഷം. അതിൽ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം നൽകിയൊരു വർക്ക് 2001 ഞാൻ അവിടെ ജോയിൻ ചെയ്യാൻ പോകുന്നത്. അന്ന് ഈ വയനാട്ടിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഒത്തിരി പഠനം നടത്തിയപ്പോൾ അമിത മദ്യപാനം അതിൻ്റെ ഒരു പ്രധാന റീസണായിട്ട് കണ്ടെത്തി. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡി അഡിക്ഷൻ മൂവ്മെൻറ്റ് അവിടെ നടത്തി വയനാട്ടിൽ. അപ്പോൾ അത് ഈ കോട്ടയത്ത് മോചനയിൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഒരു MM ചാക്കോ സാർ, നിലമ്പൂരുകാരൻ, അദ്ദേഹത്തെ വരുത്തി ഞങ്ങൾക്ക് അദ്ദേഹം ഒരു ക്ലാസ് എടുത്തു. അത് കഴിഞ്ഞ് പറഞ്ഞ് നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് മദ്യപന്മാരെ കൂട്ടിച്ചേർക്കാമെങ്കിൽ അവർക്ക് വേണ്ടി നമ്മളൊരു ക്യാമ്പ് നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഞങ്ങൾ 27 ഞങ്ങളെ വിശ്വാസമുള്ള ഞങ്ങൾക്കറിയാവുന്ന 27 മദ്യപന്മാരെ കൂട്ടി വയനാട് മാനന്തവാടിക്ക് അടുത്ത് ബോയ്സ് ടൗണിലൊരു ക്യാമ്പ് നടത്തി. ആ ക്യാമ്പ് 8 ദിവസം നീണ്ടു. അതിലൂടെ പുറത്തു വന്നവർ വലിയ സമർപ്പണത്തോടെയാണ് വന്നത്. അവർ മദ്യപിച്ചില്ല. അപ്പം അവരുടെ മീറ്റിങ്ങുകൾ എല്ലാ ഞായറാഴ്ചയും ഇങ്ങനെ കൂടുമായിരുന്നു. ആൽക്കഹോളിക് അനോണിമസ് ഗ്രൂപ്പ് എന്ന് അതിന് പറയുന്നത്. അതിൻ്റെ ഒരു സക്സസ് കണ്ടിട്ട് പിന്നെ ഒരു 2 മാസത്തിന് ശേഷം മാനന്തവാടി പാവന പാസ്റ്റർ സെൻറ്ററിൽ മറ്റൊരു ക്യാമ്പ് നടത്തി. 14 പേരുണ്ടായിരുന്നു. താമസിയാതെ മക്കിയാട് എന്ന് പറയുന്ന സ്ഥലത്ത് മക്കിയാട് ആശ്രമത്തിൽ മറ്റൊരു ക്യാമ്പ് നടത്തി. അതിലും 10-20 പേരുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ നടവയൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ ഒരു ഇവാഞ്ചലിസ്റ്റിനെയും കുടുംബത്തെയും ഒരു ചാക്കോച്ചായനെയും കുടുംബത്തെ അവിടെ ആക്കി. അവിടെ ആ ക്യാമ്പ് തുടർന്നു. പിന്നീട് മർത്തോമ സഭ ആ ഒരു പരിപാടി ഞങ്ങളോട് ചേർന്ന് അസോസിയേറ്റ് ചെയ്ത് മർത്തോമ സഭ അവിടെ ഒരു ക്യാമ്പസ്, ഒരു സ്ഥലമൊക്കെ മേടിച്ച് വലിയ ബിൽഡിംഗ് വെച്ച് മാസം തോറും ക്യാമ്പുകൾ നടത്തി. ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്നത് 2012 സെപ്റ്റംബർ ആയപ്പോഴത്തേക്ക് 4000-ഓളം ആൽക്കഹോളിക്സ് മദ്യപന്മാർ കുടുംബസമേതം വന്ന് ആ ക്യാമ്പുകളിൽ പങ്കെടുത്ത് അതിൽ നിന്ന് മോചനം പ്രാപിച്ച്
പല സ്ഥലങ്ങളിലായിട്ട് സ്വൈര്യ ജീവിതം, സ്വസ്ഥതയുള്ള ജീവിതം നയിച്ച് നന്നായിട്ട് ജീവിക്കുന്ന ഒരു നല്ല കാര്യം ജീവിതത്തിൽ കണ്ട് മനസ്സിലാക്കാനായിട്ട് അവരോട് ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് 4000-ഓളം വരുന്ന ഇപ്പം ഞാൻ കഴിഞ്ഞ വർഷം ചെന്നപ്പോൾ അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് 10,000-ന് മുകളിൽ അവരുടെ സംഖ്യ ആയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത്രത്തോളം ആളുകൾക്ക് മോചനം കൊടുക്കാൻ ആ പ്രൊജക്റ്റിന് പറ്റി, അവരെ ലഹരിയിൽ നിന്ന് മാറ്റി നിർത്താൻ. വളരെ ചിന്തിച്ചിട്ടില്ലാത്ത, അത്രത്തോളം കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ് സാറ് വിശദീകരിക്കുന്നത്. ഒരുപക്ഷെ സാറിനെ പോലെ ഒരു ആള് ഈ പ്ലാറ്റ്ഫോമിൽ വന്നിത് പറയുന്നത് വരെ മിക്കവാറും ആളുകൾ ഈ കാര്യം അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള 10,000-കണക്കിന് വരുന്ന ആളുകളെ ലഹരിയിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ വേൾഡ് വിഷനും പ്രവർത്തനങ്ങൾക്കും കഴിയുന്നു എന്ന് പറയുന്നത് വളരെ പ്രശംസനീയമായ ഒരു കാര്യമാണ്. ഏതായാലും സാറിൻ്റെ മൂല്യമുള്ള അനുഭവങ്ങൾ ഇത്രത്തോളം പങ്കുവച്ചു, പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകം ഈ പ്രായത്തിലും കാണാതെ പഠിക്കുകയും പറയുകയും ചെയ്യുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. വളരെ നന്നായിട്ട് സാറത് മത്സരിച്ചു. ഒടുവിൽ ചെറിയൊരു ആശയക്കുഴപ്പത്തിലാണെങ്കിലും നിരാശയോടല്ല സാറ് മടങ്ങുന്നത്. സാറ് 1ാം റൗണ്ട് ഫിനിഷ് ചെയ്തതിൻ്റെ സമ്മാനത്തുക നിശ്ചയമായിട്ടും സാറിന് ലഭിക്കും. എങ്ങനെയുണ്ട് പ്രോഗ്രാമിൽ പങ്കെടുത്ത സാറിൻ്റെ ഒരു അനുഭവം? എനിക്ക് ഒത്തിരി സന്തോഷമായി ഈ സംവിധാനത്തിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ. പിന്നെ എൻ്റെ സുഹൃത്താണ് സജിമത്തായ് സാറ്, സന്ദീപ് വെളുമ്പുകണ്ടം, സന്ദീപിൻ്റെ ഫാദറിലും ഒക്കെ എനിക്ക് സുഹൃത്തുക്കളാണ്. അപ്പോൾ അങ്ങനെ അവരുമായിട്ട് കുറച്ച് സമയം ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റി, ഒരുമിച്ച് വന്ന് അസോസിയേറ്റ് പാസ്റ്ററെ പരിചയപ്പെടാനായിട്ട് പറ്റി. ഇവിടെയുള്ള എൻ്റെ ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ സജി നടുവത്രയൊക്കെ ആയിട്ട് ഒരുമിച്ച് കുറച്ച് യാത്ര ചെയ്യാനായിട്ട് പറ്റുന്നത് ഒരു വലിയ സന്തോഷമാണ്. എന്തായാലും അത് സാധിച്ചു. ഇവിടെയുള്ള എല്ലാവരെയും കണ്ടു, പരിചയപ്പെട്ടു. അത് വലിയൊരു നേട്ടമാണ്. ജീവിതത്തിൽ നമുക്ക് കിട്ടുന്നത് ഇതൊക്കെ ഒരു നേട്ടം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം എൻ്റെ വൈഫ് ലിസിയുടെ വീട് കുമളിയാണ്. അപ്പം എൻ്റെ വൈഫ് ലിസിയുടെയും 3 മക്കളുടെയും മരുമക്കളുടെയും ഞങ്ങൾ 15 അംഗങ്ങളുള്ളൊരു ഫാമിലിയാണ്. എല്ലാവരുടെയും നന്ദി, സന്തോഷം ഒക്കെ അറിയിക്കുന്നു. പങ്കെടുപ്പിച്ച് താങ്ക് യു. ഒത്തിരി സന്തോഷം സാർ. ദീർഘദൂരം യാത്ര ചെയ്ത് കടന്നു വന്ന് വളരെ നല്ല അനുഭവങ്ങൾ പങ്കുവച്ച് വളരെ നന്നായി മത്സരിച്ചതിന് ദൈവം സഹായിക്കട്ടെ. വീണ്ടും എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവം സഹായിക്കട്ടെ. അനേകരെ ഈ വെളിച്ചത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ ദൈവം വീണ്ടും കരുത്തും ആരോഗ്യവും ആയുസ്സും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഒത്തിരി നന്ദി. വീണ്ടും നമുക്ക് കാണാം. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബദേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മന്റ് ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബദേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണാവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473727226 9400520909. ഗുഡ് ന്യൂസ് പെന്തക്കോസ്തിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്തിന്റെ ചരിത്രം വിരൽത്തുമ്പിൽ. ഗുഡ് ന്യൂസ്. ഇനി പ്രേക്ഷകർക്കായുള്ള ചോദ്യമാണ്. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ അവസാന സൂചന: യേശുവിനെ കല്ലറയിൽ വെച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നത് ഒരു സുവിശേഷത്തിൽ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. നിങ്ങളുടെ ഉത്തരം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സമർപ്പിക്കുക. ബൈബിൾ ബ്രെയിൻസിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ആരുമാകട്ടെ, ഏത് പ്രസ്ഥാനമോ ഏത് വിശ്വാസമോ
ബൈബിൾ വായിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ മത്സരത്തിൽ ഉത്തരം നൽകാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പങ്കെടുക്കാം. അതിനുവേണ്ടി ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പേര്, വയസ്സ്, സ്ഥലം, നിങ്ങൾ ചേർന്ന് നിൽക്കുന്ന പ്രസ്ഥാനം അവയെല്ലാം രേഖപ്പെടുത്തി ഞങ്ങൾക്ക് അയക്കുക. നിങ്ങൾക്കും പങ്കെടുക്കാൻ ഇതാ സുവർണാവസരം. ബദേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് എഡ്യൂക്കേഷൻ ഗ്രൂപ്പ് ബൈബിൾ ബ്രെയിൻസ് എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 8 മണിക്ക് നിങ്ങളുടെ ഗുഡ് ന്യൂസ് ലൈവിൽ. ബിജു സാറും ഒപ്പമുള്ള ബൈബിൾ ബ്രെയിൻസിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.